വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മള് ഇന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വന്നതാണ്. ശ്രീതിക പാലക്കാട് നിന്ന് ഇവിടേക്ക് വന്നതാണ്. പക്ഷെ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇപ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നിറങ്ങുന്നത് പൂരപ്പറമ്പിക്കാണ്. ഈ കോലത്തില് ഇങ്ങനെയാണ് പൂരത്തിന് വരിക. ചതി ഇത് നോക്ക്, ബാഗും പിടിച്ച് നടക്കണം ഞാൻ പൂരപ്പറമ്പ് മൊത്തം. കഷ്ടം നോക്കണേ. സ്റ്റിൽ നമുക്ക് പൂരം ബ്യൂട്ടിഫുൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അങ്ങനെ ശരി. ഓ ആ ചേട്ടൻ കുറച്ച് എന്ത് വായിലെടുക്കുന്നു അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ഗൈസ്. അമ്പലത്തിന്റെ ഉള്ളിൽ ആൾക്കാർ കയറാണ്ട് നിനക്ക് കയറാൻ തോന്നില്ല. ഗൈസ് ഞങ്ങള് അമ്പലത്തിൽ കയറി തൊഴുതു. ഇനെന്താ പരിപാടി? സമയം കാണാൻ പോവാന്നാണ് സ്വാതി പറയണ. സോ ലെറ്റ്സ് ഗോ സീ. അല്ലേ ആര് എന്ത് അമ്പലത്തെ കുറിച്ച് പറയാം. അമ്പലം നല്ല സൂപ്പർ അല്ലേ, നല്ല പീസ്ഫുൾ അല്ലേ. ഒരു എന്താ പറയാ, മനസ്സിന് ശാന്തി കിട്ടണം. നല്ല രസം ഉണ്ടായിരുന്നു. മരങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ബാഗ് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വരാൻ പറയേണ്ടി വരും. ശ്രീതി ചിരിക്കും. ശ്രീതി അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള ഐസ്ക്രീം വണ്ടിത്തെ പാട്ട് കേട്ടോ. ശ്രദ്ധിക്കുക. അടിയന്തര സാഹചര്യത്തിൽ നഗരത്തിയുടെ സഹകരണത്തോടെ ബേബീസ് അഡ്വർടൈസേഴ്സ് പൂരം എക്സിബിഷൻ പബ്ലിസിറ്റി മോണോപ്പൊളി കോൺട്രാക്ടേഴ്സ് നടത്തുന്ന പൂര നഗരിയിലേക്ക് കടന്നു വരുന്ന പൂര. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഉറക്കപ്പറ കാർമേക്കാവ്. അവിടെയാണ്. ഇവിടെ സമയമുണ്ടോ? കണ്ടിട്ട് പോകും. നമ്മൾ ഈ തിരക്കിനുള്ളിൽ പോകണം. എങ്ങനെ തിരക്കില്ലല്ലോ, സൂപ്പർ തിരക്ക് ഗൈസ്. ആരാന്ന് അറിഞ്ഞു കൊടുത്തിട്ടാണ്. അയ്യോ പറഞ്ഞു. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ സ്വാതിയുടെ വീട്ടിലാണ്. സ്വാതിയുടെ വീട്ടിലെ പശുവിനെ കണ്ടോണ്ടിരിക്കാം. നമ്മൾ രാവിലെ നീറ്റ് ഫുഡെല്ലാം കഴിച്ച് നമ്മളെ തൊഴുത്തിലാണ് ഇപ്പൊ. കുടുംബക്കാരി സാധി വാ തോടെ ശ്രീതി സാധി പാടിയാടി തോടെ ഒന്നും ചെയ്യില്ല. സാധിയേ സാധി പേരെന്താ? പേരില്ലേ? സ്വന്തം വീട്ടിലെ പശുവിന്റെ എനിക്ക് പേരില്ല. തോടി ശ്രീതി
കിണറ് കാണും. അയ്യോ കിണറ് പെട്ടെന്ന് വെള്ളം കണ്ടില്ല. പോകുമ്പോഴല്ലേ ഓ കണ്ടില്ലേ? പശുവിന്റെ പേരൊന്നും അറിയില്ല. അതെ അതെ അറിയില്ല. സ്വന്തം വീട്ടിലെ പശുവിന്റെ പേരറിയില്ല. പേരൊന്നിട്ടിട്ടില്ല കേസ്. അമ്മൂന്ന് അച്ഛന്നൊക്കെ വിളിക്കുക. ഞാൻ ഇടട്ടെ അതെ നമുക്കിനി പോവാ. ഞാൻ പശുവിനൊക്കെ തൊട്ടു ഗൈസ്. ഇവർക്ക് പേരില്ല എന്നാണ് സ്വാതി പറയുന്നത്. ഇവളിച്ചിരി ഡേഞ്ചറാണ്. നമുക്ക് പോവാം. ഇവരെന്തോ ചെയ്യാം. ലെനയുടെ എപ്പോഴും പാസ്വേഡ് എനിക്ക് എപ്പോഴും പാസ്വേഡ് പ്രശ്നം. എന്താ ആത്മാർത്ഥത അല്ലെ? ഊർത്തിന്റെ വൈബിന്റെ ഇടയ്ക്കും പഠനം. ഏതാ കഥാപ്പുള്ളിയൊക്കെ കണ്ടോ? പൂരത്തിനകത്ത് വീട്ടിലിരുത്താൻ ഗൈസ്. പൂരത്തിന് കൊണ്ടുപോകാൻ. അതെ അതെ ഇവിടെ ഇവരെയാണ് പറഞ്ഞത് ഗൈസ് വീട്ടിലിരിക്കാന്ന്. വെയിലാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലേ പൂരം കാണാൻ വന്നിട്ട് വീട്ടിലിരിക്കുക റൂമിൽ. അതിന്റെ റൂം ഇതെന്താ ഇത് പറഞ്ഞു കൊടുക്ക. ആ ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഇത് വെച്ച് നമുക്ക് പ്രത്യേക പരിഗണനയാണ്. പോയിട്ടില്ല വീട്ടിലിരിക്കുക. നല്ല സുഖമുണ്ട് കടക്ക്. വൈകിട്ട് പോകുമ്പോ നട്ട് ചിക്കാൻ ചെയ്യാ ഇതിനൊരു ആഗ്രഹങ്ങൾ. ഒരമ്മയുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. അപ്പൊ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടേക്ക് ഓരോ ഫോട്ടോ തൈര് എടുത്തോട്ടാ. ഈ വായി പോയി ചെയ്തിട്ടില്ലേ? ഗൈസ് നമ്മൾ പൂരത്തിന് പോകാൻ പോവാണ്. ഇന്നാണ് മെയിൻ പൂരം അല്ലേ? കാണാണ്ടോന്നൊന്നും അറിയണില്ല. നല്ല വെയിലാണ് ഗൈസ്. നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് പോയേക്കാം അല്ലേ? എന്റെ അമ്മക്ക് 1000 വട്ടം എന്നെ വിളിക്കുന്ന തിരക്കാണ്. അതിന്റെ കൈ വിടരുത് ഒക്കെ പറഞ്ഞിട്ട് ടെൻഷൻ ഉണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നോക്കാം നമുക്ക്. ശരി ഗൈസ് നമുക്ക് പോവാം. അല്ല തൃശ്ശൂർ പൂരം ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും അല്ലേ? അതെ. ഗൈസ് അങ്ങനെ നമ്മള് അതിഭീകരമായി എങ്ങനെയാണ് പറയേണ്ടത്, വളരെ കഷ്ടപ്പെട്ട് അമ്പലത്തിനകത്ത് കേറിയിരിക്കുകയാണ്. ഇനി എന്താ സാധി സാഹസികമായി ഇനി എന്താ കുടമാറ്റാത്ര. അതെവിടുന്ന് കാണാ? എവിടെന്നേലും കാണാൻ സ്ഥിതിയെ ഇതാണ് അവസ്ഥ. എന്തേലും പറ. എവിടെയാണ് സ്ഥിതിയുള്ളത്? പൂരം ലൈഫില് ആദ്യമായിട്ടാണ് തൃശ്ശൂർ. എങ്ങനെയുണ്ട് പൂരം? പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാ, ചൂടാ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അല്ലാത്ത പക്ഷം കൊള്ളാം. കുറെ ആനകളെയൊക്കെ അത് സ്പെഷ്യൽ ഇതാണ് VIP നമുക്ക് എല്ലാ അടുത്തുനിന്ന് കാണാൻ പറ്റിയാണ് പറയുന്നത്. പക്ഷേ കുടമാറ്റം കാണാൻ പറ്റില്ല, ബിക്കോസ് തിരക്കാണ്. പിന്നെന്താ പിന്നെ എനിക്കറിയില്ല. സ്വാധീന പ്ലാനനുസരിച്ച് നമ്മളനുസരിച്ച് മതി. ഞാൻ എടുത്തരാം, നീ ഒന്ന് അങ്ങോട്ട്. സ്വർണ്ണപ്പണ്ടത്തിന് എന്നെ മോക്ക് ഇഷ്ടം വസ്ത്രങ്ങൾ
എന്ത് വസ്ത്രം കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നു അടുത്ത് കൊണ്ടു വാങ്ങിക്കൊണ്ടു കിട്ടില്ല. അമ്മ കൊച്ചിനെ വിളിച്ചു പോന്നു. സാരി സാരി ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മൾ സ്വാതിന വീടിന് വിട പറയാണ്. എന്താ സ്വാതി പറയാനാണ്? എന്ത് എല്ലാം കഴിഞ്ഞ് പോവാണ്, പക്ഷെ ഒന്നും കണ്ടില്ല മാത്രം. ചെറുതായിട്ട് കണ്ടു ഓട്ടോ വന്നു ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.